ഹായ് ഫ്രണ്ട്സ്, ഈ വർഷത്തെ ക്രിസ്മസിന് നമുക്ക് പ്ലം കേക്ക് വീട്ടിലുണ്ടാക്കിയാലോ? ഇതിന് വേണ്ട സാധനങ്ങൾ: മൈദ 1 കപ്പ്, പഞ്ചസാര 1 കപ്പ്, സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്, ഉണക്കമുന്തിരി, ഡൂട്ടി ഫ്രൂട്ടി, ചെറി, 1/2 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഈത്തപ്പഴം, നട്ട്സ്, ചുക്ക്, മുട്ട, ജാതിക്ക, ബേക്കിംഗ് സോഡ. കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. അതിനാവശ്യമായ പഞ്ചസാര ഒരു പാനിലാക്കി റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് ഇളക്കാം. കാരമൽ സിറപ്പ് റെഡിയായതിനു ശേഷം അരിഞ്ഞു വെച്ച ഈത്തപ്പഴം, 1/2 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ്, അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ചെറി, ഉണക്കമുന്തിരി, ബ്ലാക്കും വൈറ്റും ചേർത്ത് നന്നായി ഇളക്കാം. ജസ്റ്റ് ഒന്ന് കുറുകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഡൂട്ടി ഫ്രൂട്ടി എല്ലാം റെഡിയായി. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ജാതിക്ക, കറുവപ്പട്ട, ചുക്ക് എന്നിവ, 1 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ഇട്ട് നന്നായി പൊടിച്ചെടുക്കാം. ബാറ്റർ തയ്യാറാക്കാനായി നമുക്ക് മാവ് അരിച്ചെടുക്കാം. 1 കപ്പ് മാവ്, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, പൊടിച്ചു വെച്ച സ്പൈസസും കൂടെ നമുക്ക് ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. നമുക്ക് തരിയൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ കേക്കിന് നല്ല സോഫ്റ്റ് കിട്ടും. നമുക്കിനി പഞ്ചസാര പൊടിച്ചെടുക്കാം. ഒരു ബൗളിൽ 2 മുട്ട, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് തയ്യാറാക്കി വെച്ച കാരമൽ സിറപ്പ് ചേർത്ത് നന്നായി ഇളക്കണം. അതിലേക്ക് നമുക്ക് അരിച്ചു വെച്ച മാവ് ചേർക്കാം. കുറേശ്ശെയായി 2-3 പാർട്ടായിട്ട് ചേർത്ത് ഇളക്കാം. ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സും ചേർത്തിളക്കി കാൽ കപ്പ് സൺഫ്ലവറും കൂടെ ചേർത്ത് പതിയെ മിക്സ് ചെയ്യാം. നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഓയിൽ പുരട്ടിയ പാത്രത്തിലേക്ക് നമുക്ക് കേക്ക് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടി കുറച്ച് മൈദ മാവും കൂടെ തൂക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിക്കാം. കേക്കിനുള്ളിൽ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് 2-3 തവണ ടാപ്പ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ചൂടായ കുക്കറിലേക്ക് ഒരു വളയം വെച്ച് അതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം. ബാറ്ററിന് മുകളിൽ നമുക്ക് നട്ട്സും ചെറിയും വെച്ച് ചെറുതായി ഒന്ന് അലങ്കരിക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 35-40 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക. ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞ് കേക്ക് റെഡിയായോ ഇല്ലയെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പപ്പടം കുത്തിയോ ഈർക്കിൽ പോലുള്ളതോ കൊണ്ട് കുത്തി നോക്കാം. നമ്മൾ കുത്തുന്നതിൽ ബാറ്റർ ഒന്നും പറ്റിയിട്ടില്ല എങ്കിൽ കേക്ക് റെഡിയായെന്നാണ് അർത്ഥം.
നല്ല മനോഹരമായൊരു കേക്കാണ് ഇപ്പോൾ നമുക്ക് റെഡിയായി കിട്ടിയിരിക്കുന്നത്. ആൽക്കഹോളും മോശമായ ഒരു കെമിക്കൽസും ചേരാത്ത നല്ല അടിപൊളിയായ പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ഈ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിൽ ഒരു കുക്കർ ഉണ്ടായിരുന്നാൽ മതി. നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് കേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരുടെയും അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കണേ.